Today we will see the triggers in database management system. Okay, so a trigger is a SQL statement that the system executes automatically in response to certain events such as modification to the database. And these are used to maintain the integrity of the data in the given table. In order to define a trigger, we must specify when a trigger is to be executed. This is broken up into an event that causes the trigger to be checked and a condition that must be satisfied for trigger execution to proceed, and specify the action to be taken when the trigger executes. Okay, so what is a trigger? It is an SQL statement or an SQL code that executes automatically. When it executes in response to certain events such as modification to the database. Okay, and this is to maintain the integrity of the data in the given table. അപ്പോൾ എന്താണ് ഒരു ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാംഗ്ലൂർ രാത്രി ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബർഗ്ലർ അലാം അടിക്കും അല്ലേ. അതൊരു ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കുന്ന കാര്യമാണ്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ കയറി വന്നു എന്നുള്ളതിനുള്ള റെസ്പോൺസ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള അലാം, ഒരു സൈറൺ വരുന്നത്. അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻസ് നമ്മുടെ ഡാറ്റാബേസിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസായിട്ട് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് സർട്ടൈൻ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരം സംവിധാനങ്ങളാണ് എന്ത് ഒരു ട്രിഗർ എന്ന് പറയുന്നത്. അതൊരു SQL കോഡാണ്, ഒരു SQL സ്റ്റേറ്റ്മെൻ്റ് ആണ്. എപ്പോഴാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻസ്, ഇൻസേർട്ട് ആയിക്കോട്ടെ, ഡിലീറ്റ് ആയിക്കോട്ടെ, അപ്ഡേറ്റ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ ടേബിളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് റെസ്പോൺസായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ്സാണ് ഈ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണ്? അതായത് നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അപ്പോൾ ഒരു ഡാറ്റയാണ് നമുക്കവിടെ ലോസ് ആവുന്നത്. അപ്പം അത്തരത്തിലുള്ള ഡിലീഷനോ കാര്യങ്ങളോ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലുള്ള ട്രിഗേഴ്സ് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റഗ്രിറ്റി, ഒരു ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രിഗർ നമുക്ക് എങ്ങനെ സ്പെസിഫൈ വെൻ എ ട്രിഗർ ഈസ്, അതായത് നമുക്ക് എപ്പോഴാണ് ഈ ഒരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പാണോ, ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണോ? അങ്ങനെ നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴാണ് ഈ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വാട്ട് ഈസ് ഡിഫറെൻറ്റ് നീഡ്സ് for triggers? The triggers can be used to implement certain integrity constraints that cannot be specified using the constraint mechanism of SQL. And triggers are also useful mechanism for alerting humans or for starting certain tasks automatically when certain conditions are met. Okay, so there are two needs. അതായത് ഒന്നാമത്തെ നീഡ് എന്താണ്? ഇപ്പോൾ നമ്മൾ already പഠിച്ചു കഴിഞ്ഞു. There are different constraints in SQL and there are some limitations, and we cannot specify certain constraints in SQL. So in that case we can implement that integrity constraints using triggers. ഓക്കെ, അപ്പം എല്ലാ കണ്ടീഷൻസും നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രിഗേഴ്സ് വഴി നമുക്ക് ചില ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്തിനും കൂടെ ഒരു ഹ്യൂമൻ അലേർട്ടാണ് അല്ലേ. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ സർട്ടീൻ ടാസ്ക് ഓട്ടോമാറ്റിക്കലി തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം ചിലപ്പം വേണ്ടി വരില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു HR, അതായത് ഹ്യൂമൻ റിസോഴ്സ്, ഒരു കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സിന് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന്
ഒരു വെൽക്കം നോട്ട് കൊടുക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് എംപ്ലോയീസ്, ഒരു മോർ ദാൻ 100 നമുക്ക് റിക്രൂട്ട് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ എംപ്ലോയീസിനും നമുക്ക് മാനുവലായിട്ട് ഒരു വെൽക്കം നോട്ട്, ഒരു ഇമെയിൽ മെസ്സേജ് അയക്കുന്നതിന് പകരം നമുക്കൊരു ട്രിഗർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നമുക്ക് ആ ഓരോ എംപ്ലോയീസിനെയും നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും, മെയിൽ അയക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ 1-2 ആണെങ്കിൽ HR ഡയറക്റ്റായിട്ട് മെയിൽ അയച്ചു കൊടുക്കാം. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ആൾക്കാരെ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഏതുകൊണ്ട് പറ്റും? ഒരു ട്രിഗർ മെക്കാനിസം കൊണ്ട് പറ്റും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ എംപ്ലോയി ഒരു ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വെൽക്കം നോട്ട് അയക്കണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ട്രിഗർ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻസേർഷൻ്റെ സമയത്തും തിരിച്ച് ഒരു ഇമെയിൽ വഴി നമുക്ക് ഒരു വെൽക്കം നോട്ട് അയക്കാനുള്ളൊരു മെക്കാനിസം നമുക്ക് ഏത് വഴി കൊണ്ടുവരാം? ട്രിഗർ മെക്കാനിസം കൊണ്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചില SQL സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഒരു ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും രീതിയിലുള്ള ഡാറ്റയുടെ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസായിട്ട്, ഒന്നുകിൽ അതിൻ്റെ മുന്നേ ആവട്ടെ അല്ലെങ്കിൽ അതിന് ശേഷം ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ റെസ്പോൺസായിട്ട് ചില SQL കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഒരു ട്രിഗർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു ട്രിഗർ മെക്കാനിസം വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ദ സിൻടാക്സ്: create, trigger name before or after insert or update or delete on table name for each row or for each column. Trigger body. Okay, so this is a syntax for creating a trigger, create trigger name. അതായത് നമ്മൾ ക്രിയേറ്റ് ടേബിൾ നെയിം കൊടുക്കുന്നത് പോലെ ഇവിടെ നമ്മൾ ഒരു ട്രിഗറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ട്രിഗർ നെയിം. ഇനി എപ്പോഴാണ് ഒരു ഇൻസേർഷന് മുന്നാണോ പിന്നാണോ എന്നുള്ള കാര്യം നമ്മൾ, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നാണോ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണോ എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ഏതിന് കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ബിഫോർ ഒന്നുകിൽ ഇൻസേർട്ട് ആവാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ഡിലീറ്റ് ആവാം, whatever it is. Okay, so we have to specify before or after, insert or update or delete, on which table we are making this changes. Okay, so on table name for each row or for each column. Okay, so if we are inserting a new row and for each row, so we have to consider for each row. Okay, so we should mention that for each row or for each column. And the trigger body means what is the code to be executed. ഓക്കെ, ഏത് കോഡാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഒരു ഇൻസേർഷൻ വന്നു കഴിഞ്ഞാൽ, അതാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രിഗർ ബോഡിയിൽ കൊടുക്കാം. ഓക്കെ, സോ create trigger name before or after, insert, update, delete on table name for each row or for each column, trigger body. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ട്രിഗർ we'll consider example for this. Create trigger 1 before insert on student for each row, set new marks is equal to new marks plus 10. Okay, so here we are creating a trigger with a trigger name trigger 1, and this trigger will execute before an insertion operation, right? Before insert on which table? On student table. In student table, if you are inserting any element, some trigger statement should execute before that insertion. Okay, so create trigger 1 before insert on student for each row, set new marks is equal to new marks plus 10. So this is the body of the trigger, right? Which is the body of the trigger? Set new dot marks is equal to new dot marks plus 10. ഓക്കെ, അപ്പോൾ ഒരു
പുതിയതായിട്ട് ഒരു മാർക്സ് നമുക്ക് എൻട്രി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്സ് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്താ, ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ എൻട്രി ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ മാർക്ക് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം, 10 സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പുതിയതായിട്ട് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും എൻട്രി ചെയ്യുന്ന സമയത്ത് ആ എൻട്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 10 മാർക്സ് കൂടി എൻട്രി ചെയ്തിട്ടായിരിക്കണം നമ്മുടെ റിസൾട്ട് വരേണ്ടത്. അതായത് 40 ആണെങ്കിൽ അവർക്ക് നമ്മൾ ഗ്രേസ് മാർക്കായിട്ട് 10 മാർക്സ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 40 മാർക്സാണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തത് എങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ ടേബിളിൽ ആ 10 കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ടേബിളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ട്രിഗർ. ഇപ്പോൾ സപ്പോസ് ഒരു പുതിയതായിട്ടൊരു എംപ്ലോയി ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ഒരു 500 റുപ്പീസ് നമുക്ക് കൊടുക്കണം എന്നിരിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരെ ആ ഒരു ടേബിളിലേക്ക്, പുതിയ എംപ്ലോയി ടേബിളിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ സാലറി എത്രയാണോ അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവർക്ക് 1000 ആണ് സാലറി. ഓക്കെ, ഒരു സൂപ്പർ പോസ്റ്റിലേക്ക് നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്തെടുത്തു. അയാൾക്ക് 1000 റുപ്പീസാണ് സാലറി. പക്ഷേ അയാൾക്ക് നമ്മൾ എക്സ്ട്രാ ഒരു 500 കൂടി ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ 1000 മാത്രമാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് മന്ത്ലി സാലറി എന്ന് പറയുന്നത് 1000 ആണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു 500 കൂടി കൊടുക്കുന്നു. അപ്പോൾ എന്താ, ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ 500 കൂടി ആഡ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ ഈ ഒരു സാലറിയിൽ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഇപ്പോൾ ക്രിയേറ്റ് ട്രിഗർ സാലറി എന്നുള്ള രീതിയിൽ കൊടുക്കാം. സാലറി ട്രിഗർ ബിഫോർ ഇൻസേർട്ട് ഓൺ എംപ്ലോയി ഫോർ ഈച്ച് റോ സെറ്റ് ന്യൂ ഡോട്ട് സാലറി ഈസ് ഈക്വൽ ടു ന്യൂ ഡോട്ട് സാലറി പ്ലസ് 500. അപ്പോൾ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അത് പ്ലസ് 500 ആയിരിക്കണം നമ്മുടെ ടേബിളിലേക്ക് വരുന്ന റിസൾട്ടിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ ഇൻസേർഷനും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Then there are different operations on triggers. Let's see each one with example. First one is drop. So in drop it is used to remove a trigger from the database. And here the syntax for drop trigger trigger name. Okay, drop trigger name. Then show is used to display the triggers from the database. Okay, so show triggers in database name. Suppose we have more than one triggers in a particular database, and if we want to display all the triggers that we have applied on a particular database, then we can show that using the command show triggers in database name. Okay, for example, show triggers in db1. Suppose db1 is the database name, and if we want to display all the trigger names, okay, so we can use the SQL command show triggers in db1. Okay, and another operation is insertion. There are two types, before and after. So before insert triggers are used to update or validate record values before they are saved to the database. Create trigger calculate before insert on student for each row set new marks is equal to new marks plus 10. That we have already discussed in the last slide. So this is same one. Actually the name changed. Create trigger calculate before insert on student for each row set new dot marks is equal to new dot marks plus 10. അപ്പോൾ ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻസ്? ഡ്രോപ്പ്, ഷോ, ഇൻസേർട്ട്. Then next one is after insertion. The after insert triggers are used to access field values that are set by the system and to effect changes in other records. Okay, after insert triggers are used to
access field values that are set by the systems and to affect changes in other records. And here is the example for that. Create trigger total marks. After insert on student, for each row, insert into final marks values of new records. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളൊരു പുതിയൊരു ടേബിളിൻ്റെ കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഈ ടേബിളിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ പുതിയൊരു ഫൈനൽ മാർക്സ് എന്ന് പറയുന്നൊരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഓൾറെഡി എക്സിസ്റ്റ് ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വാല്യൂസ് കൂടി അതിലെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അത്തരത്തിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എവിടെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് വാല്യൂസ് മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റ് വേറൊരു ടേബിളിലും കൂടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന ടേബിളിലാണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീൽഡിലെ വാല്യൂ വേറെ ഏതെങ്കിലും ടേബിളിൽ, ഇപ്പോൾ എംപ്ലോയിൻ്റെ കേസാണ്, ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കൂടെ മാർക്കും കൊടുത്തിട്ടുണ്ട്. ഈ മാർക്കിൽ നമുക്ക് വേറൊരു ടേബിൾ കൂടി അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഫൈനൽ മാർക്സ് എന്നുള്ള വാല്യൂയിലേക്ക് നമ്മൾ ഈ പുതിയ മാർക്സ് കൂടി ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻസേർട്ട് ഇൻ ടു ഫൈനൽ മാർക്സ് വാല്യൂസ്. അതായത് ഫൈനൽ മാർക്സ് എന്ന ടേബിളിലേക്ക് നമ്മൾ അതിലെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബിഫോർ ഇൻസേർഷനിൽ നമ്മളൊരു വാലിഡേഷനും അതുപോലെ തന്നെ ഇൻസേർഷൻ്റെ കേസാണ് ചെയ്യുന്നത് എങ്കിൽ ആഫ്റ്റർ ഇൻസേർഷൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇവിടെ വേറൊരു ടേബിളിലെ ചേഞ്ചസ് കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. അതായത് വേറൊരു റിലേഷനിൽ കൂടി വേറൊരു റെക്കോർഡിൽ കൂടി ഇതിൻ്റെ എഫക്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, then advantages. It checks the integrity of the data and the prevention of invalid data transactions, and it handles errors, and it is used for inspecting data changes. Okay, അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഒന്ന്, വി ക്യാൻ ചെക്ക് ദ ഇൻറ്റഗ്രിറ്റി, ഒരു ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ വി ക്യാൻ പ്രിവെൻറ്റ് സർട്ടൻ ഇൻവാലിഡ് ഡാറ്റ ട്രാൻസാക്ഷൻസ്. അതായത് ഇൻവാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ഡാറ്റ ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അത് ഏതെങ്കിലും രീതിയിലുള്ള ട്രിഗേഴ്സ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുക്കാം. ഓക്കെ, നമുക്കതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസാക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, വി ക്യാൻ ഹാൻഡിൽ ദി എറേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റ, ഇപ്പോൾ നമ്മുടെ വാലിഡേഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ എറർ വരികയാണെങ്കിൽ നമുക്ക് അത്തരം എറേഴ്സ് നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ വി ക്യാൻ യൂസ് ഫോർ ഇൻസ്പെക്ടിങ് ഡാറ്റ ചേഞ്ചസ്. ഏതെങ്കിലും രീതിയിൽ ഡാറ്റ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Then the disadvantages, we cannot replace all validations. That means we have different integrity constraints, and it is all these integrity constraints are not possible in the case of triggers. So we can say we cannot replace all validations, and it imposes high load on database service. Because for example, if we have a large volume of data, and in each case these triggers will execute along with that, so that will lead to a high load on the database server. Okay, and sometimes there are some unwanted triggers in each cases, so in each execution of codes will lead to a high load on the database server. And next one is, it is not applicable for high volume of data since the triggers get triggered all the time. Okay, if there is the velocity of data is high, in that case what will happen, the trigger will get triggered all the time, so that will lead to a high load that we have already discussed in the previous point. So, and it is not applicable in the case of high velocity of data. And next point is, it is invisible to client application, therefore it is difficult to trace the code for debugging. So
we have already said that these are the triggers that we have to execute after certain events has occurred. Okay, in that case, these triggers are invisible to an application programmer, so they cannot trace where it actually happened. So it is difficult for them to debug. And the next point is it runs every time when the fields are updated, and that is an overhead on the system. Okay, suppose we have set for each updation and each insertion. So in each case, these triggers will get executed, and that will lead to an overhead on the system. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരിക്കുമ്പോൾ എല്ലാറ്റിലും സെയിം പോയിന്റ് തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഹൈ വെലോസിറ്റി ഓഫ് ഡാറ്റയാണ് എങ്കിൽ ഇത്തരം ഹൈ വെലോസിറ്റി ഓഫ് ഡാറ്റയിൽ ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്, ഇതുപോലെ ട്രിഗേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടുന്തോറും അതിൻ്റെ ലോഡ്, സിസ്റ്റത്തിൻ്റെ ലോഡ് കൂടും. അതുപോലെ തന്നെ എല്ലാ സമയത്തും ചെയ്യുന്ന സമയത്ത് ഡാറ്റാ ബേസിനൊരു ഓവർഹെഡാണ് അല്ലേ. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ആണ് നമുക്ക് ട്രിഗറിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രിഗറിൻ്റെ കേസിൽ നമുക്കിതൊരു ക്ലയൻറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ഇത് ഇൻവിസിബിൾ ആയിരിക്കും. അപ്പോൾ അവർക്കത് കാണാൻ വേണ്ടി പറ്റില്ല എവിടെയാണ് ഇത് ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരം കേസസിൽ ഇത് ഡീബഗ് ചെയ്യുക, അത് ട്രേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരുപാട് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻറ്റൈറ്റി കൺസ്ട്രെയിൻസ് ആയിക്കോട്ടെ, പ്രൈമറി ആയിക്കോട്ടെ, അങ്ങനെ പലതരം ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം റീപ്ലേസ് ചെയ്യാൻ ഇത്തരം ട്രിഗേഴ്സ് കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എല്ലാ വാലിഡേഷൻസും അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഈ ഒരു ട്രിഗർ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഒരു ട്രിഗറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ട്രിഗറിൻ്റെ കേസിൽ പറയാനുള്ളത്. സോ വാട്ട് ഈസ് എ ട്രിഗർ? ഇറ്റ്സ് എ SQL code that executes automatically in response to certain modifications on the database. Okay, it can be either insertion, deletion or updation. So it maintains an integrity constraint, right? So what are the different needs of triggers, and what are the different operations on triggers, what are the different advantages and disadvantages of triggers? You please look all these things, and these are important, and see the syntax for each one. Drop, insert before insertion, after insertion, so show, trigger and all. ഓക്കെ, അപ്പം ഈ എല്ലാ കാര്യങ്ങളും ഒരു ട്രിഗറിൻ്റെ കേസിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ്, ട്രിഗർ, ട്രിഗർ നെയിം, ബിഫോർ ഓർ ആഫ്റ്റർ. ഓക്കെ, ഇൻസേർട്ട്, ഡിലീറ്റ് ഓർ അപ്ഡേറ്റ്, ഏത് രീതിയിലായിക്കോട്ടെ. ഓൺ വിച്ച് ടേബിൾ, ഓൺ ടേബിൾ നെയിം, ഫോർ ഈച്ച് റോ ഓർ ഫോർ ഈച്ച് കോളം, ആൻഡ് ദി ട്രിഗർ ബോഡി. ട്രിഗർ ബോഡി എന്ന് പറയുമ്പോൾ ഇത്തരം മോഡിഫിക്കേഷൻസ് വരുന്ന സമയത്ത് ആക്ച്വലി ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ട്രിഗർ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിലാണ് ഡ്രോപ്പ്, ഇൻസേർട്ട്, അതുപോലെ ഷോ. കാരണം ഓൾറെഡി ഒരുപാട് ട്രിഗേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ട്രിഗേഴ്സ് എല്ലാം ഒരു ഡാറ്റാബേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ട്രിഗേഴ്സ് എല്ലാം നമുക്ക് ഷോ ട്രിഗേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഡാറ്റാബേസ് നെയിമും കൂടി കൊടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രിഗർ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇൻസേർഷൻ ആയാലും ഡിലീഷൻ്റെ കേസിലായാലും ഇതുപോലുള്ള ട്രിഗേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. Okay, that's all about triggers. Thank you.